എന്തുവാണ് നിനക്ക്? ശ്വാസം മുട്ടുന്നോ? എന്തോ നിന്റെ വായിക്കാത്തോ? എന്തോ ഇരിക്കുന്നേ? മുട്ട. മുട്ട എങ്ങനെ വന്നെന്തോ? അയ്യോ, എങ്ങനെ വന്നോ? അത് നടന്നു കയറി പോയതാ അവന്റെ വായിലോട്ട്. കഷ്ടം. എവിടെ നടായി മുട്ട? മുട്ടക്കറി, അതായത് എല്ലാവർക്കും മുട്ടക്കറി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. പക്ഷെ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഒരു മുട്ടയേ ഉള്ളൂ. ഒരു മുട്ട വെച്ചിട്ട് എല്ലാവർക്കും കറി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് നീ തിന്നു. അല്ല, ഞങ്ങൾക്കല്ല ഈ ഉണക്ക പച്ചക്കറി, നിനക്ക് മുട്ട. അല്ല, മുട്ട അല്ലെങ്കിൽ വേസ്റ്റ് ആയി പോയനെ. ഓ, എന്തോ കഷ്ടം. അണ്ണന്റെ ആ മനസ്സേ ഇത്. ഇനി ഒരു കാര്യം, ഇന്ന് രാത്രിയില് എല്ലാവരും ഭക്ഷണം പുറത്താണ്. ഇവിടെ നിന്ന് ഒരു വകയോ ഉണ്ടാക്കണ്ട. അതെന്തമ്മ, മുത്തുവണ്ണൻ മുട്ട കഴിച്ചതുകൊണ്ടാണോ? അല്ല, അയ്യോ, ഒരു മുട്ടയ്ക്ക് പകരം ഞാൻ 2 മുട്ട വാങ്ങിച്ചു തരാം. തീർന്നില്ല വിഷയം. ചന്ദ്രേട്ടന്റെ സഹോദരിയുടെ ജന്മനാളായിരുന്നു. നമ്മളെ എല്ലാരും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അല്ലമ്മ, നമ്മളെല്ലാരും കൂടെ അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ? അവിടെ പോയി ചുമ്മാ പരദോഷം ഇതൊക്കെ പറഞ്ഞിരിക്കാനാണ്. പോകേണ്ട കാര്യമൊന്നുമില്ലെന്ന്. അവരെയൊക്കെ വല്ലപ്പോഴും കാണുന്ന വ്യക്തികള്. പോരായെങ്കിൽ നിന്റെ അച്ഛന്റെ പെങ്ങളുവാ. ഒന്നവിടെ പോയി ഒന്ന് കൂടി ഒരു ചോറുണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകം മുഴുവൻ കറങ്ങിയാടി നടക്കാൻ നിനക്കറിയാമല്ലോ. മര്യാദക്ക് എന്റെ കൂടെ വരിക. ഇവിടെ കാണും ആരെങ്കിലും ഒഴിഞ്ഞു മാറി നിന്നാല് പച്ച വെള്ളം കിട്ടത്തില്ല. കാരണം ഞാൻ അടുക്കള പൂട്ടിക്കൊണ്ടാ പോവാ. അല്ലമ്മ, ഫംഗ്ഷൻ എവിടെ വെച്ചാണ്? കോവളത്ത് വെച്ച്. മുത്തു, നിന്നെ പ്രത്യേകം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല വേഷമൊക്കെ ഇട്ട് വേണ്ടേ, ഈ കണകുണാന്ന് വല്ലതൊക്കെ വിട്ടിത്തരം വിളിച്ചു പോവാതെ നല്ലവനായിട്ട് ഞങ്ങളുടെ കൂടെ വരണം കേട്ടോ. അടുക്കള പൂട്ടി താക്കോലും കൈ വെച്ചോട്ടെ ഞാൻ. അത് സത്യവാ. ആരെങ്കിലും ഇത് ബഹിഷ്കരിച്ച് പുറത്തെങ്ങാനും പോവാന്ന് പറഞ്ഞ് ഇവിടെ കാണും കുത്തി ഇരുന്നാലുണ്ടല്ലോ, അടുക്കള പൂട്ടിയാ ഞാൻ പോകുന്നത്. അത് പറഞ്ഞില്ല എന്ന് വേണ്ട. പറഞ്ഞൊക്കെ എല്ലാരും കേട്ടല്ലോ. റെഡിയാവുക. നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് പോകുന്നു കേട്ടോ. നീ അതിന്റെ ഇടയ്ക്ക് വേറെ മുട്ട പുഴുങ്ങി തിന്നാൻ നിൽക്കില്ല. മുട്ട ഇല്ലല്ലോ. ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഗതി. നമ്മൾ ഏത് ഡ്രസ് ഇടും? അലമാരയിൽ ഒരുപാട് ഡ്രസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് ഇടണം. എന്നാ നമുക്ക് ഒരേ കളർ ഡ്രസ് ഇടാം. അത് നോക്കാം. ചേട്ടാ, നമ്മൾ ചുമ്മാ ഈ അച്ഛന്റെ ബന്ധുക്കാരൊന്നും കാണാൻ പോകണ്ട. അവര് ചുമ്മാ ഷോ ഓഫ് ആണ്. എന്തിനു വെറുതെ പോയിട്ട് അലമ്പ്? അങ്ങനെ പറയരുത്. കൊച്ചമ്മ ഒരു തീരുമാനം എടുത്തു, നമ്മൾ അനുസരിക്കുന്നു, ഇല്ലേ? അണ്ണാ, നമ്മൾ ഒറ്റയ്ക്കൊന്നുമല്ലല്ലോ പോകുന്നത്. ഏട്ടനും ചേച്ചി അമ്മയൊക്കെ ഇല്ലേ? എനിക്ക് ഒരു പാട്ട് എഴുതണം. എന്ത് ചിരിക്കുന്നത്? ഒരു മുട്ട തന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അങ്ങ് പറയേണ്ട കാര്യമൊന്നുമില്ല. മുട്ടയല്ലേ എടുത്തോളൂ, വീട് നടത്തോണ്ട് പോയില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.